ഹായ് ഹലോ ഫ്രണ്ട്സ്, ഹെലീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കുത്തബ് മിനാറാണ്. ഇതും നമ്മുടെ മറ്റൊരു ആഗ്രഹമായിരുന്നു, ഇവിടെ വന്ന് കുത്തബ് മിനാർ കാണാമെന്നൊക്കെ ഉള്ളത്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ കുത്തബ് മിനാറിനെ കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ. പക്ഷേ ഇത്തവണയാണ് ഞങ്ങൾക്ക് കുത്തബ് മിനാർ കാണാൻ ഇവിടെ എത്താൻ സാധിച്ചത്. അപ്പോൾ കുത്തബ് മിനാർ എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സൗത്ത് ഡൽഹിയിലെ മെഹ്റുളി ഏരിയയിലാണ് കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നടക്കുന്നില്ലേ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ടിക്കറ്റ് കൗണ്ടറൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു മെയിൻ റോഡുണ്ട്, അത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് മെയിൻ എൻട്രൻസിലേക്ക് പോകാനായിട്ട്. പിന്നെ ഇതിൻ്റെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഫോറിനേഴ്സിന് 550 രൂപയും ഇന്ത്യൻസിന് 35 രൂപയുമാണ്. പക്ഷേ ഈ OCI ഹോൾഡേഴ്സ് ആണെങ്കിൽ നമുക്ക് 35 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതിയാവും. പിന്നെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ ഫ്രീ എൻട്രി ആണ്. അതുപോലെ സ്റ്റിൽ ക്യാമറാസിന് 25 മുതൽ 50 രൂപ വരെയാണ് ഈടാക്കുന്നത്. കുത്തബ് മിനാറിൻ്റെ എൻട്രൻസ് ആണ് വഴി കാണുന്നത്. ഞങ്ങൾ അതിൻ്റെ എൻട്രൻസിലേക്ക് കയറിക്കൊണ്ടിരിക്കും. സ്കാൻ ആൻഡ് പേ ഉണ്ടല്ലോ ഇവിടെ, സ്കാൻ ചെയ്ത് പേ ചെയ്യും. കുത്തബ് മിനാർ. Approximately 300 years to complete for the whole complex. We call the Qutub Minar complex. Hey, Adikode. പിന്നെ കുത്തബ് മിനാർ വീൽ ചെയർ ആക്സസിബിൾ ആണോ എന്ന് പറയുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാഗമൊന്നും വീൽ ചെയർ ആക്സസിബിൾ അല്ല. ഇവിടെ ഇതിൻ്റെ എൻട്രൻസിൽ കയറുന്ന ഭാഗം വീൽ ചെയർ നമുക്ക് കൊണ്ടുപോകാൻ റാമ്പ് വെച്ചിട്ടുണ്ടെങ്കിലും മറ്റു ഭാഗങ്ങളിലൊന്നും റാമ്പൊന്നുമില്ല, സ്റ്റെപ്സ് ആണുള്ളത്. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കൊന്നും വീൽ ചെയർ എത്തിക്കാൻ പാടാണ്. എന്നിരുന്നാലും ഹെലിയെ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഡിസേബിൾഡായ ഒരു കുഞ്ഞിനെ കൊണ്ട് ഇത്രയും ദൂരമൊക്കെ ട്രാവൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഇതിന് പറയുന്നത് കുത്തബ് മിനാർ കോംപ്ലക്സ് എന്നാണ്. ഏകദേശം 300 വർഷങ്ങളെടുത്തു ഇതിൻ്റെ പണി പൂർത്തിയാകാനായിട്ട്. ഇത് വേൾഡ് ഹെറിറ്റേജ്, അതായത് യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നാണിത്. ഇതിന് ഏകദേശം 73 മീറ്റർ ഹൈറ്റാണ് ഉള്ളത്. 399 സ്റ്റെപ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇത്രയും തലയെടുപ്പോട് കൂടി ഇത്രയും ഭംഗിയോടുകൂടി നിൽക്കുന്ന കുത്തബ് മിനാറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അതിൻ്റെ പുറകിൽ മറ്റൊരു കഥയുണ്ട്. 1981 ഡിസംബർ 4-ാം തീയതി ഇവിടെ ഒരു വലിയൊരു ആക്സിഡൻറ്റ് നടന്നു. ഒരുപാട് ടൂറിസ്റ്റും ചെറിയ സ്കൂൾ കുട്ടികളും എല്ലാം ഈ കുത്തബ് മിനാർ കാണാനായിട്ട് കയറുകയുണ്ടായി. ആ സമയത്ത് ഇതിനകത്ത് വന്ന ഒരു വൈദ്യുത തകരാറ്, ഇതിൻ്റെ ഉള്ളിലെ ലൈറ്റ് ഫുള്ള് പോയി, ഇത് ഫുള്ള് ഡാർക്കായി. അപ്പോൾ അതിനകത്ത് സ്റ്റെപ്സ് ഒക്കെ മിസ്സായി. അങ്ങനെ ഒരു വലിയ അപകടം ഇതിൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ ഏകദേശം 45ഓളം പേരാണ് ഇതിനകത്ത് മരണപ്പെട്ടത്. അതിനകത്ത് ഭൂരിഭാഗം 25ഓളം സ്കൂൾ കുട്ടികളായിരുന്നു. അതൊരു ദാരുണമായ സംഭവമായിരുന്നു. അതോടുകൂടി ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിർത്തിവെച്ചു. പിന്നെ കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത് കുതുബുദ്ദീൻ ഐബക്ക് എന്ന് പറഞ്ഞ ആദ്യത്തെ ഡൽഹി സുൽത്താനായിരുന്നു. ഒരു വിക്ടറി മൊണ്യൂമെൻ്റ് ആയിട്ടായിരുന്നു അദ്ദേഹം ഇത് പണി കഴിപ്പിച്ചത്. അത്രയും നാൾ ഡൽഹി ഭരിച്ചിരുന്നത് ഹിന്ദു രാജാക്കന്മാരായിരുന്നു. കോറി സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ ഇതുപോലെയുള്ള ഒരുപാട് ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് ആശയം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം ഈ കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു നില മാത്രമേ പണി കഴിപ്പിക്കാൻ സാധിച്ചുള്ളൂ. പിന്നീട് അതിന് ശേഷം അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം പണി കഴിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മരുമകനായ ഇൽത്തുമിഷ് ആയിരുന്നു. അതിനുശേഷം നമ്മുടെ കുത്തബ് മിനാറിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു. ഇടിമിന്നൽ മൂലവും ഭൂകമ്പം മൂലമൊക്കെ ആയിട്ട് ഇതിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം വന്ന എല്ലാ സുൽത്താൻമാരും ഇതിൻ്റെ കേടുപാടുകളെല്ലാം തീർത്തിട്ടുണ്ടെങ്കിലും 1368 ഫിറോസ് ഷാ തുഗ്ലക്ക് ആണ് ഇതിൻ്റെ മുകളിലുള്ള മാർബിൾ പാളികൾ പതിപ്പിച്ചത്. ഭൂകമ്പം മൂലവും ഇടിമിന്നൽ മൂലമൊക്കെ ഉണ്ടായിട്ടുള്ള കേടുപാടുകൾ തീർത്തിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. ഇതിൻ്റെ ചുറ്റുമുള്ള ബാക്കി ബിൽഡിങ്ങുകൾക്ക് എല്ലാം തകരാറുകൾ സംഭവിച്ചത് 1-ാം ലോകമഹായുദ്ധത്തിലും 2-ാം ലോകമഹായുദ്ധത്തിലുമാണ് ഇതിന് ചുറ്റും ഇതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നത്.
to now. That very good condition. Never reconstruction again. This is a heritage property. It's like a state. So it's destroying now. Yeah, the first war and second war. Destroyed the property. Some destroyed the property. This is the tomb. Yeah. This is a son-in-law. Son-in-law. They are Tomb of Iltutmish. 1211. ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ഇത് ഇൽത്തുമിഷ് രാജാവിൻ്റെ ടൂമ്പാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ ടൂമ്പ്. ഇത് ഫുൾ വൈറ്റ് മാർബിൾസിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. They are the carving with the white marble. This is the real marble, Makarana marble, and this is the all hand carving. Sorry? Wash and more visible look. Never like in a 1-2 inch. Architect is very famous for the Persia. Also all design for the Humayun stone. Mostly in that work with that's all Mughal dynasty. താങ്ക് യു ഫോർ വാച്ചിങ് ഹെലീസ് വേൾഡ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാം കേട്ടോ. ബൈ നൗ. തത്തമ്മ പാരറ്റിനെ നോക്കിയാൽ ഇവിടെ പാരറ്റ് ഇരിക്കണൊക്കെ. എടാ വാ.